ഭക്ഷണമാണ് എല്ലാം. ഭക്ഷണകാര്യത്തിൽ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കിയാൽ നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ആശങ്ക വേണ്ട. പ്രഭാത ഭക്ഷണം എങ്ങനെ, എപ്പോൾ, ഏത് വിധം കഴിക്കണം എന്ന സന്ദേശം നമ്മുടെ വാട്സാപ്പ് ചാനലിൽ ഇപ്പോൾ തന്നെ ലഭിക്കും. ഇപ്പൊ തന്നെ ഇത് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യട്ടെ. കൗസുമാമി, രാവിലെ ഭക്ഷണം കഴിക്കണം രാജാവിനെ പോലെ. അടുക്കളയാണ് ഫാർമസി, ഭക്ഷണമാണ് മരുന്ന്. എന്റെ പൊന്ന് കൗസുമാമി, രാവിലെ രാജാവിനെ പോലെ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അങ്ങനെയൊന്നും അല്ല എന്നാ ഡോക്ടർമാര് പറയണേ. ഇപ്പൊ ചെറുപ്രായത്തില് എല്ലാവർക്കും പ്രഷറും ഷുഗറും ഒക്കെ ആയില്ലേ. പ്രഭാത ഭക്ഷണം മരുന്ന് പോലെ കഴിച്ചാൽ മരുന്ന് ഭക്ഷണം പോലെ കഴിക്കേണ്ടി വരില്ല. അതെ, കൗസുമാമി പറയും പോലെ അല്ല കാര്യം. ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് എ കിങ്, ലഞ്ച് ലൈക്ക് എ പ്രിൻസ് ആൻഡ് ഡിന്നർ ലൈക്ക് എ പോപ്പർ. 1960കളിൽ അമേരിക്കൻ ന്യൂട്രീഷനിസ്റ്റ് അദേൽ ഡേവിസ് ഉപയോഗിച്ച് പ്രശസ്തമാക്കിയതാണ് ഭക്ഷണ ക്രമീകരണത്തെക്കുറിച്ചുള്ള ഈ സങ്കല്പം. ശരീരത്തിന്റെ മെറ്റബോളിസം ഉയർത്തുന്ന, ദിവസം മുഴുവൻ എനർജറ്റിക് ആയിരിക്കാൻ സഹായിക്കുന്ന ഭക്ഷണം. ബ്രേക്ക്ഫാസ്റ്റിനെ ഇങ്ങനെയാണ് വിശേഷിപ്പിക്കാറ്. എന്നാൽ നമ്മുടെ ഈ ധാരണകൾ പലതും തെറ്റാണ്. ഒരു ദിവസം ആകെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവാണ് ശരീരത്തിന്റെ മെറ്റബോളിസം നിയന്ത്രിക്കുന്നതെന്നാണ് അടുത്തിടെ നടത്തിയ പല പഠനങ്ങളിലെയും കണ്ടെത്തൽ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കി കൂടാത്ത ഭക്ഷണമാണ് എന്ന വലിയൊരു പ്രചരണമുണ്ട്. അത് തെറ്റാണ്. നമ്മളെ ശരീരത്തിന് രണ്ട് സ്രോതസ്സുകളാണ്. നമുക്ക് ശരീരത്തിന് ഊർജ്ജം ആവശ്യമുണ്ട്, പിന്നെ ഗ്ലൂക്കോസ് ആവശ്യമുണ്ട്. ശരീരത്തിന് ഈ ഗ്ലൂക്കോസ് രണ്ട് സ്രോതസ്സുകൾ വഴിയാണ് ലഭിക്കുന്നത്. ഒന്ന്, നാം കഴിക്കുന്ന ഭക്ഷണം. ഇനി നാം ഭക്ഷണം കഴിക്കാത്ത സമയങ്ങളിൽ പോലും ബ്രെയിനിനെ സംബന്ധിച്ച് ബ്രെയിനിന് 24 മണിക്കൂർ ഷുഗർ ആവശ്യമുണ്ട്. നാം കഴിക്കുന്ന ഊർജ്ജത്തിൽ ഏതാണ്ട് 25% ബ്രെയിനാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നാം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിൽ നിന്ന് ശരീരം ആവശ്യമുള്ള ഊർജ്ജം ഉണ്ടാക്കിക്കൊള്ളും. ബ്രേക്ക്ഫാസ്റ്റിന് സ്മൂത്തീസ് ട്രെൻഡ് ആയതോടെ യോഗ പരിശീലകർ ഉൾപ്പെടെ പലരും അതിനെതിരെ രംഗത്തെത്തിയിരുന്നു. രാവിലെ കഴിക്കുന്ന ഭക്ഷണം ചൂടുള്ളതല്ലെങ്കിൽ ദഹന പ്രക്രിയയെ ബാധിക്കുമെന്നാണ് ഇവരുടെ വാദം. ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? കഴിക്കുന്ന ഭക്ഷണം തണുപ്പ് വേണോ ചൂട് വേണോ അതൊക്കെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രിഫറൻസ് ആണ്. മിക്കവാറും ആളുകൾക്ക് തണുപ്പ് ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് പിന്നെ തൊണ്ടവേദന, തൊണ്ടകാറൽ, ഇപ്പം പല ആൾക്കാർക്ക് ഈ വിട്ടുമാറാത്ത ചെറിയ ചുമയൊക്കെ വരുന്നത് ഫ്രിഡ്ജിലെ വെള്ളമൊക്കെ കുടിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഈ തണുപ്പ് മാറിയുള്ള ഭക്ഷണവും അല്ലെങ്കിൽ തണുപ്പ് മാറിയുള്ള വെള്ളവും കുടിക്കുന്നതാണ് തൊണ്ടയ്ക്കൊക്കെ സുഖമായിരിക്കുന്നത്. പക്ഷെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ചില ആളുകൾക്ക് തണുത്ത ഭക്ഷണം എടുക്കുമ്പോഴേക്ക് തൊണ്ടയ്ക്ക് ചൊറിച്ചിലും അലർജിയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ തണുപ്പ് ഒഴിവാക്കുക. കൗസുമാമിമാർ പലതും പറയും. ശാസ്ത്രം എന്തു പറയുന്നു എന്ന് കൂടി മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം. അതെ, കൗസുമാമി പറയും പോലെ അല്ല കാര്യം.